ഇപ്പൊ വിളിക്കുന്നേ. ഹലോ ഡോക്ടറെ, ഞാൻ പേഷ്യന്റാ. ഏത് പേഷ്യന്റ്? ഞാൻ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ ഇരിപ്പുണ്ട്, ഡോക്ടറിന്റെ ഫ്രണ്ടില്. ക്ലിനിക്കിലോ? താൻ എന്തോടെ ഫ്രണ്ട് വന്നിട്ട് ഫോൺ വിളിക്കുന്നേ? കട്ട് ചെയ്യടോ. അത് കട്ട് ചെയ്യുന്ന ചുമല ബട്ടൺ ഇളകിപ്പോയി. ഡോക്ടർ അവിടുന്ന് കട്ട് ചെയ്യും. എന്തുവാ പ്രശ്നം? എക്സ്ക്യൂസ് മീ ഡോക്ടർ, അനസ്തീഷ്യ കൊടുത്ത പേഷ്യന്റ് ഇതുവരെ മയങ്ങിയിട്ടില്ല. ഓ, ഈയിടെയായിട്ട് വരുന്ന മരുന്നിനൊന്നും ഡോസ് കുറവാന്നേ, വലിയ ഇഫക്റ്റ് ഇല്ല. ഒരു കാര്യം ചെയ്യും, ഇതുകൊണ്ട് കുത്തിക്കേറ്റ. ആ പിന്നെ ഫുള്ള് കുത്തിക്കേറ്റല്ലേ, വൈകിട്ട് എഴുന്നേൽപ്പിക്കാനുള്ളതാ. പറ. അയ്യോ വയ്യ ഡോക്ടറെ, എനിക്ക് തീരെ വയ്യ. ഒരു പല്ലി വായി കേറിപ്പോയി, ഇതുവരെ തിരിച്ചിറങ്ങി വന്നില്ല. ഈ പല്ലി വായിലോട്ട് കയറിപ്പോക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എവിടെ നോക്കി ഇരിക്കുവായിരുന്നു? അയ്യോ ഡോക്ടറെ, അതല്ല, ഒരു ഈയല ആദ്യം കേറിപ്പോയെ. ഞാനോർത്തു ആ ഈയലിനെ പിടിക്കാൻ കേറിപ്പോയ പല്ലിയാ, പിടിച്ച് വിഴുങ്ങിയിട്ടെങ്കിൽ തിരിച്ചു വരുമെന്ന്. പക്ഷെ ഇതുവരെ വന്നില്ല. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ നിങ്ങൾ പോയിട്ട് പറമ്പിലോ അയ്യത്തോ എവിടെയെങ്കിലും ഒരു പാമ്പിനെ കിട്ടുമെന്നു, എന്നിട്ട് ആ പാമ്പിനെ പിടിച്ച് വിഴുങ്ങും. ഈ പാമ്പ് ചെന്നാൽ ഈയലിനെയും പല്ലിനെയും വീണിട്ട് ഇറങ്ങി പൊക്കോളും. ശരി ഡോക്ടറെ, വലിയ ഉപകാരം. നെക്സ്റ്റ്. ഓ ഡോക്ടറെ, ഭയങ്കര പല്ലുവേദന. പല്ലുവേദന എവിടെ നോക്കട്ടെ? ശരിക്കും തുറന്നേ. കുറച്ചുകൂടെ, കുറച്ചുകൂടെ. പല്ല് തേച്ചിട്ട് ഒരു കൊല്ലം ആയെന്ന് തോന്നല്ലോ. ഇത് എടുക്കണ്ട വരുമല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം. അത് കഴിച്ചിട്ട് 2 ദിവസം കഴിയുക നമുക്ക് പല്ലെടുക്കാം. പല്ലെടുക്കുന്നതിന് എത്ര രൂപയാവും ഡോക്ടറെ? 2000 രൂപ. ഒരു പല്ലെടുക്കുന്നതിന് 2000 രൂപയോ? ഡോക്ടറെ, ഒരു കാര്യം ചെയ്യും, പല്ല് എടുക്കണ്ട, ഒന്ന് ലൂസ് ആക്കി തന്നാ മതി, ബാക്കി ഞാൻ വീട്ടിൽ പോയി എടുത്തോളാം. ഡോക്ടറെ, ഡോക്ടറെ, റിലാക്സ് റിലാക്സ്. എന്തുവാ? പതുക്കെ സമാധാനമായിട്ട് പറ. ഡോക്ടറെ, ഇങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എന്റെ പേരിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കും ഓൾ നൈറ്റ്. അതിനെന്താ? ഉറക്കത്തിലല്ലേ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അയ്യോ അത് കണ്ടല്ല ഡോക്ടറെ, നാളെ ഇങ്ങനെ ഭാര്യ നാട്ടിൽ തിരിച്ചു വരുക സൗദിന്ന്. ബുദ്ധിയുണ്ട്, ബുദ്ധിയുണ്ട്. ഡോക്ടറെ, ഫുൾ ബോഡി ചെക്കപ്പിന് വന്നേ. ഫുൾ ബോഡി ചെക്കപ്പ്. ഓക്കെ, ഡ്രസ് ഊരിയിട്ടിട്ട് അവിടോട്ട് പോയി കിടന്നു. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ചെവിക്ക് കുഴപ്പമൊന്നും ഇല്ല. ഇതുകൊണ്ട് ആ ജനല് കണ്ടോ? അത് തുറന്നിട്ട് താഴോട്ടെടുത്ത് ചാട്ടം കൊടു. അയ്യോ ഡോക്ടറെ, അതിലെടുത്ത് ചാടാനോ? ഞാൻ ചത്തു പോകത്തില്ലയോ? അപ്പൊ തലയ്ക്ക് വെളിവില്ലായ്മയൊന്നും ഇല്ല.
ഈ വാച്ചിൽ എത്ര സമയമായി? അതിന് ആ കയ്യിൽ വാച്ചൊന്നും കെട്ടിയിട്ടില്ലല്ലോ ഡോക്ടറെ. വാച്ച് കാണുന്നില്ല? ഓക്കെ, അപ്പൊ കണ്ണിനും കുഴപ്പമൊന്നുമില്ല. ഗുഡ്. ഈ മേളിലോട്ട് കയറി വന്നേ ലിഫ്റ്റ് വഴിയാണോ അതോ സ്റ്റെയർ ത്രൂ ആണോ? സ്റ്റെയർ കയറിയ ഡോക്ടറെ. ആ, അപ്പൊ കാലിനും കുഴപ്പമൊന്നുമില്ല. ഗുഡ്, വെരി ഗുഡ്. ഇതെന്താ ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ? എവിടെ എവിടെ? ആ, അപ്പൊ കൈക്കും കുഴപ്പമൊന്നുമില്ല. ഫുൾ ബോഡി ചെക്കപ്പ് റിപ്പോർട്ട് റെഡി. 500 രൂപ. റിപ്പോർട്ട് പിടിച്ചോ. ശരി എന്നാ. നെക്സ്റ്റ്. ഡോക്ടറെ, ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാണ്ടേ അല്ലായിരുന്നോ? പിന്നെ ഇന്ന് ഡിസ്ചാർജ് ഇല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്തിനാ? എന്ത് പറ്റി രമണ? സോറി ടു സേ ദാറ്റ് ഇന്നലെ ഓപ്പറേഷൻ ചെയ്തപ്പം ഗ്ലൗസ് വയറ്റിൽ വെച്ച് മറന്നുപോയി, എടുത്തില്ല. അതിന് എനിക്ക് ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യേണ്ട വരും. ഒന്ന് പോയെ ഒരു ഗ്ലൗസിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഓപ്പറേഷൻ ചെയ്യിക്കാനോ? ഡോക്ടറെ, ആ ഗ്ലൗസ് അവിടെ തന്നെ ഇരുന്നോട്ട്. അതിന്റെ വില എത്രയാന്ന് പറ, പുതിയ ഒരെണ്ണം അങ്ങോട്ട് മേടിച്ചിടും. ഓപ്പറേഷൻ ചെയ്യാൻ വന്നേക്ക്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഡോക്ടറെ ആവണ്ട. MBBS ഒക്കെ എടുക്കുന്നതിന് സമ്മതിക്കണം. ഈ കൈക്കൊരു മുറിവ് പറ്റി ഡോക്ടറെ. ഇതെങ്ങനെ പറ്റിയതാ? ഒരു കഴുത്ത് വെട്ടിയതാ. കഴുത്തോ? ആരുടെ? എന്തിന്? അതൊക്കെ എന്തിനാ ഡോക്ടർ അറിയുന്നേ? ഇത് ശരിയാകാനുള്ള പെട്ടെന്ന് എന്തെങ്കിലും ഒരു മരുന്നതാ. ചെന്നിട്ട് കുറെ കാല് വെട്ടാനുണ്ട്. കാലും കഴുത്തും ഒന്നും വെട്ടിയത് പോരെ? വേറെ എന്തെല്ലാം ജോലി കിടക്കുന്ന ഈ ലോകത്ത്. മനസ്സാന്തരപ്പെട്ട് നമുക്ക് ഈ ജോലിയിൽ നിന്ന് ഒഴിവാവാം. അല്ല, എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഈ സൈസ് ക്രിമിനൽ കേസൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കാതെ ട്രീറ്റ്മെന്റ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ക്രിമിനൽസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കണം. ക്രിമിനലോ? ഞാനോ? പിന്നെ ഈ കയ്യും കഴുത്തും കാലും തലയൊക്കെ വെട്ടിക്കൊണ്ട് നടക്കുന്ന തന്നെ എന്താണോ വിളിക്കണ്ടേ? അയ്യോ ഡോക്ടറെ, ഞാനൊരു ടൈലറാ. ചുരിദാറിന്റെ കഴുത്ത് വെട്ടിക്കൊണ്ടിരുന്നപ്പോ കത്രിക വന്ന് കയ്യെ കയറിയതാ. ഇനി ചെന്നിട്ട് വേണം ചുരിദാറിന്റെ കാല് വെട്ടാന്. അറിയപ്പെടുന്ന ഒരു തയ്യക്കാരനാ ഞാൻ എന്റെ നാട്ടിലെ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇതാര്? ആ, ഞാൻ തന്നെ ആണല്ലേ. ഡോക്ടറെ, ഈയിടെയായിട്ട് ഭയങ്കര പനിയും ജലദോഷവും ഒരു ദേഹവേദനയൊക്കെ അങ്ങ്. പേര് സൗമ്യ. സൗമ്യ? അയ്യോ ഡോക്ടറെ, ഞാനല്ല സൗമ്യ. സൗമ്യ എന്റെ ഭാര്യയാ. എടോ, എന്നാ ഭാര്യയോട് വരാൻ പറ. അയ്യോ ഡോക്ടറെ, അത് എൻ്റെ കൊഴുക്കട്ടയിലെ ഒരു അമ്മാവന്റെ മോളായിവള്. അപ്പൊ പണ്ട് പോലെ പ്രേമിച്ചുകൊണ്ട് നടന്നപ്പം ഇവള് പറയുന്നയാ, ചേട്ടൻ കഴിച്ച എൻ്റെ വയറ് നിറയും, ചേട്ടൻ കുടിച്ച എൻ്റെ ദാഹം തീരും. അതുപോലെ ഇപ്പം ചേട്ടൻ പോയി മരുന്ന് കഴിച്ചിട്ട് വാ, ഹോസ്പിറ്റലിൽ പോ, എൻ്റെ പനിയും മാറുമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടേക്കോ. ഇതാ എന്തോ ചെയ്യാം. ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്നിട്ട് താൻ ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറ. എന്നിട്ട് ഗുളിക എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചു എന്ന് പറയണം. അപ്പൊ അവരുടെ പനി മാറത്തില്ലേ?
നന്ദിയുണ്ട് ഡോക്ടറെ. നന്ദി കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. 500 രൂപ അധികം എക്സ്ട്രാ പേ ചെയ്യണം. ഞാൻ ഗൈനക്കോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ഇതിന്റെ കൂടെ തന്നെ ഐഡിയോളജിസ്റ്റും കൂടെ ആണ്. അയ്യോ തരാം ഡോക്ടറെ, സന്തോഷമേ ഉള്ളൂ. തരാം. ഓ സന്തോഷം. വരണം കേട്ടോ. ഓ നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് ഡോക്ടറെ. ഗുഡ് മോർണിംഗ്. എന്താണ് പ്രശ്നം? അത് ഡോക്ടറെ, ഈയിടെയായിട്ട് ഭയങ്കര മറവിയാ. ഇപ്പം നടക്കുന്നതൊന്നും പിന്നെ അങ്ങോട്ട് ഓർമ്മ വരത്തില്ല. പ്രശ്നമാണല്ലോ. എപ്പോഴൊക്കെയാണ് ഇത് ഇങ്ങനെ അനുഭവപ്പെടുന്നത്? എന്താണ് പ്രശ്നം? ആർക്കാണ് പ്രശ്നം? അല്ല, നീ ഏതാ കൊച്ചേ? നിനക്കെന്താ ഇവിടെ കാര്യം? എങ്ങനെ ഇരിക്കണം? സെക്യൂരിറ്റി